ഗൈസ്, ഒരാളുടെ ജീവിതം മാറാൻ ചില സമയത്തൊക്കെ ഒരു യാത്ര മതി, ശരിയല്ലേ? അതാണ് നമ്മൾ കാറ്റാടിപ്പാടത്ത്, രാമക്കൽമേടുള്ള കാറ്റാടിപ്പാടത്ത് വന്നപ്പോൾ ഉണ്ടായത്. ഇവിടെ കാണുന്ന കാഴ്ചകൾ, നമ്മൾ ഈ വലിയ കാറ്റാടികളൊക്കെ കണ്ട് നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു അനുഭവം തന്നെയാണ്. സത്യമല്ലേ? രാമക്കൽമേട് നമ്മൾ പലർക്കും അറിയാം, ഇടുക്കിയിൽ ഉള്ള ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ കുറേ മൗണ്ടൻസ് ഉണ്ട്. ആമപ്പാറ, സൂസൈഡ് പോയിന്റ് എന്ന മൗണ്ടൻസ് ഉണ്ട്. അതുകൂടാതെ കുറുവനും കുറിച്ചൊരു സ്റ്റാച്യു ഉണ്ട്. അതുകൂടാതെ നാലാമതായിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ വരുന്ന കാറ്റാടിപ്പാടം എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കാറ്റാടികൾ നാട്ടിയുള്ള ഈ ഒരു ടെക്നോളജി ഇവിടെ വന്നാൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കാറ്റാടിപ്പാടം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഗൈസ് ഇത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത വരവിൽ ഇവിടെ ഒന്ന് വരിക. കാറ്റാടിപ്പാടത്ത് വന്നിട്ട് നമ്മൾ ചുമ്മാ വെറുതെ പോയപ്പോഴല്ലോ, അപ്പോൾ ഇതിലൂടെ നിരക്കിട്ട് പോകാം. അപ്പോൾ നമ്മൾ ചുമ്മാ ഇതിനപ്പുറത്തോട്ട് കുറച്ച് വേലിയൊക്കെ ഇപ്പോൾ അവിടെ പോവാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു കുളമുണ്ട് ഇവിടെ ഗൈസ്. ഇവിടെ ഒരു കുളം, അതൊക്കെ ഒഴിക്കുമ്പോൾ ഒരു രസമാണ്. കൂടാതെ നമ്മൾ ഇങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സത്യത്തിൽ ഈ കാറ്റാടി അങ്ങേ സ്ഥലത്ത് കുറേ കാറ്റാടികളുണ്ട്. അപ്പം കാറ്റാടിപ്പാടമാണ് ഇത്, രാമക്കൽമേട് കാറ്റാടിപ്പാടം. അപ്പം ഇങ്ങനത്തെ കാറ്റാടികളും പിന്നെ ഇങ്ങനത്തെ മൗണ്ടൻസിൻ്റെയൊക്കെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ മൗണ്ടനൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഒരു നൈസായിട്ടൊരു സ്ഥലമാണിത്. കാരണം നമുക്ക് സേഫായിട്ട് വന്നിട്ട് പോകാൻ പറ്റും, വണ്ടിക്ക് വരാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ഇവിടെ വന്നിട്ട് കാറ്റാടിപ്പാടം മാത്രമല്ല, രാമക്കൽമേട്, സൂസൈഡ് പോയിന്റ്, ആമപ്പാറ, പിന്നെ കുറുവനും കുരുത്തി മൗണ്ടൻ, ഇത്രയും കാണാൻ പറ്റും. 4 സ്പോട്ട്. വൺ ഡേ ഒരു സ്മോൾ പിക്നിക്കിനുള്ള എല്ലാം ഇവിടെ ഉണ്ട് ഗൈസ്. എന്ത് സൈസാന്ന് നോക്കിയാൽ ഗൈസ്.